ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിലെ വിഡ്ജറ്റുകളെ എങ്ങനെ നമുക്ക് ഷോക്കേസ് ചെയ്യാം എന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഫീച്ചർ നമ്മുടെ ആപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ യൂസേഴ്സിന് സിമ്പിളായിട്ട് നമ്മൾ ഓരോ വിഡ്ജറ്റുകളും കൊണ്ടും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഉള്ള ഒരു ഐഡിയ കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഫീച്ചർ നമ്മുടെ ആപ്പിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാക്കേജ് ആവശ്യമുണ്ട്. ഷോക്കേസ് വ്യൂ എന്ന് പറഞ്ഞ പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് വിഡ്ജറ്റുകളെ ഷോക്കേസ് ചെയ്യുന്ന ഈ ഫീച്ചർ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പാക്കേജ് കോപ്പി ചെയ്യുക, നമ്മുടെ pubspec.yaml ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ സ്റ്റെപ്പ്. ഇനി ഞാനൊരു സാമ്പിളായിട്ടൊരു UI ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റൈറ്റ് സൈഡിൽ കാണാം. ഇതാണ് ആ UI. അപ്പോൾ ഈ UIയിലുള്ള ഈ കാണുന്ന ഫീച്ചേഴ്സുകളെ നമുക്ക് എങ്ങനെ ആപ്പിലേക്ക് വരുമ്പോൾ തന്നെ യൂസറിനെ എന്താ പറയുക അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഓരോ ഫീച്ചറും ഓരോ വിഡ്ജറ്റിനും ഓരോ ഗ്ലോബൽ കീകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഗ്ലോബൽ കീസ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഐക്കണിനെ ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരു സേവ് കീ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ കീ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ഇനിറ്റ് സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഇത് ഷോ ചെയ്യുന്ന രീതിയിൽ ഇനിറ്റ് സ്റ്റേറ്റിൽ നമ്മൾ വിഡ്ജറ്റ് ബൈൻഡിങ് ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് ആഡ് പോസ്റ്റ് ഫ്രെയിം കോൾ ബാക്ക്. ഓക്കെ, ഇവിടെ ഒരു കോൾ ബാക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഷോക്കേസ് വിഡ്ജറ്റ് ഡോട്ട് ഓഫ് സ്റ്റാർട്ട് ഷോക്കേസ്. ഇവിടെ നമ്മുടെ ഈ മൾട്ടിപ്പിൾ വിഡ്ജറ്റിനെ നമുക്ക് ഇവിടെ ഷോക്കേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കീകൾ ക്രിയേറ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ആ കീകളൊക്കെ മെൻഷൻ ചെയ്യണം. ഇതിനെ ഇനിഷ്യലൈസ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഒരു കീ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കീ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഞാൻ വീഡിയോൻ്റെ പോകുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഹോം സ്ക്രീനാണ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹോം സ്ക്രീനിൻ്റെ റൂട്ടിൽ ചെന്നിട്ട് അവിടെ നമ്മൾ നമ്മുടെ ഷോക്കേസ് വിഡ്ജറ്റുമായിട്ട് ഒന്ന് റാപ്പ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇവിടെ പോയി നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഏത് ഫീച്ചറിലാണോ ഈ ഷോക്കേസ് എന്ന് പറഞ്ഞ ഷോക്കേസ് ആക്കി കാണിക്കേണ്ടത് ആ വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഷോക്കേസ് എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഈ ഐക്കണിനാണ് ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഷോക്കേസ് എന്ന് പറഞ്ഞാൽ ഈ വിഡ്ജറ്റുമായിട്ട് റാപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കീ റിക്വയർഡ് ആണ്. അപ്പോൾ കീ കൊടുക്കുക. നമ്മൾ ഒരു ഫേവ് കീ എന്ന് പറഞ്ഞൊരു കീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. ഓക്കെ, ഒരു ടൈറ്റിൽ റിക്വയർഡ് ആണ്. ഓക്കെ, ടൈറ്റിലായിട്ട് നമുക്ക് ഫേവറേറ്റ്സ് തന്നെ കൊടുക്കാം. ഫേവറേറ്റ്സ്. ഇനി ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കാം. ഞാൻ ഈ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് വന്നു, ഇൻസ്റ്റേറ്റ് വർക്ക് ചെയ്തു. നമ്മുടെ ഇതാണ് ഫേവറേറ്റ്സ്. ഈ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞത്. ഇതാ നമ്മുടെ ടൈറ്റിൽ, ഇതാ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. ഇത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റുകൾ എങ്ങനെ ഷോക്കേസ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ഒരൊറ്റ ഫീച്ചറിനെ മാത്രമേ ഷോക്കേസ് ചെയ്തുള്ളൂ, ഫേവറേറ്റ്സിനെ മാത്രം. ഇനി ആ മെസ്സേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഏതൊക്കെ വിഡ്ജറ്റ് നിങ്ങൾ ഷോക്കേസ് ചെയ്യണോ അതിനൊക്കെ ഓരോ കീകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു കീ ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പം എന്താവുന്നു, ഓക്കെ, ഇത് ഒരു പ്രൊഫൈൽ പിക്ചറാണ് അസ്യൂം ചെയ്യുക. ഈ പ്രൊഫൈൽ പിക്ചറിനെ എങ്ങനെ നമുക്ക് കാണിക്കാമെന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്താ കാണിക്കാൻ പറ്റുക, ഇനി ഇതൊരു ലൈക്ക് ബട്ടൺ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ലൈക്ക് ബട്ടൺ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം.
ഓക്കെ, ഇതൊരു സേവ് ബട്ടണാണ്. സേവ് ബട്ടണെ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ, ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഓരോ വിഡ്ജറ്റുകളെയും ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് കീകൾ ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ കീകളൊക്കെ നമ്മൾ ഇൻസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ കോമ ഇടുക, മെസ്സേജ് കീ കോമ, പ്രൊഫൈൽ കീ കോമ, ലൈക്ക് കീ, സേവ് കീ. ഓക്കെ, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഷോക്കേസ് എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ഏതിലൊക്കെയാണ് വേണ്ടത് അവിടെ റാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മെസ്സേജ് ഐക്കൺ നമുക്ക് ഷോക്കേസ് ചെയ്യണം. ഷോക്കേസ്. ടൈറ്റിൽ എന്ത് വേണം? മെസ്സേജ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ഷോക്കേസ് ചെയ്യണം? പ്രൊഫൈൽ. പ്രൊഫൈൽ എവിടെയുള്ളത്? ഓക്കെ, പ്രൊഫൈൽ ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡറിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ലിസ്റ്റ് വ്യൂ ബിൽഡറിൻ്റെ ഉള്ളിലുള്ള പ്രൊഫൈലിനെ നമുക്ക് ഷോക്കേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇവിടെ കീ നമ്മൾ മാറ്റണം, മെസ്സേജ് കീ. അതുകൊണ്ടാണ് എറർ വന്ന്. ഓക്കെ, ലിസ്റ്റ് വ്യൂ ബിൽഡറിൻ്റെ ഉള്ളിലുള്ള വിഡ്ജറ്റുകളെ ഷോക്കേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ചൈൽഡ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഷോക്കേസ് ആയി വരും. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഷോക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ആ ഒരു പോസ്റ്റിലുള്ള വിഡ്ജറ്റുകളെ മാത്രം ഷോക്കേസ് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യേണ്ടത് ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഈ സംഭവമാണ്. ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്ന പോലെയാണെന്ന് വെച്ചോ, അങ്ങനെ അസ്യൂം ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഈ സർക്കിൾ അവതാറാണ് ഞാൻ പ്രൊഫൈൽ പിക്ചറായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോക്കേസ് വിളിച്ചിട്ട് കൊടുക്കണം. എൽസ് നമ്മുടെ സർക്കിൾ അവതാർ മാത്രം കാണിച്ചാൽ മതി. ആ രീതിക്ക് ചെയ്താൽ. ബാക്കി കാര്യങ്ങൾ കീ തൊട്ട് ഡിസ്ക്രിപ്ഷൻ വരെ ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഒരു എളുപ്പത്തിന് വേണ്ടി പേസ്റ്റ് ചെയ്യുക. സർക്കിൾ അവതാർ തന്നെ ഇങ്ങോട്ടും കൂടെ പേസ്റ്റ് ചെയ്യാം. സേവ് ചെയ്യാം. ഇനി മെസ്സേജ് കീ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്താണ്? പ്രൊഫൈലാണ്. പ്രൊഫൈൽ കീ കൊടുക്കുക. ഇവിടെ എന്താണ് കാണിക്കേണ്ടത്? പ്രൊഫൈൽ പിക്ചർ എന്ന് കാണിക്കുക. ഇനി നമ്മൾ എന്ത് കീ ആയിരുന്നു ഉണ്ടാക്കിയത്? ഇനി നമ്മൾ ലൈക്ക് കീയും സേവ് ചെയ്യുകയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതാണ് ലൈക്ക് കീ. ഞാൻ സ്റ്റാറാണ് ലൈക്കായിട്ട് കൊടുത്തേക്കുന്നത്. അതിനെ ഷോക്കേസ് വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വർക്കിംഗ് ആണോ നമുക്കറിയാൻ വേണ്ടി ഈ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മുടെ കൺസോളിൽ കാണിക്കുന്നതാണ്. എറർ ഒന്നും കാണിക്കുന്നില്ല. ഇതാ ഇവിടെ ആപ്പ് റൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുത്ത ഫേവറേറ്റ്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യുക എവിടെയെങ്കിലും. നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, പ്രൊഫൈൽ പിക്ചർ വന്നിട്ടുണ്ട്, ലൈക്ക് വന്നിട്ടുണ്ട്, സേവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷനിലെ വിഡ്ജറ്റുകൾ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ പാക്കേജ് യൂസ് ചെയ്തിട്ട്. ഇത് മാത്രമല്ല, നമുക്കൊരു വലിയൊരു വിഡ്ജറ്റ് ആണെങ്കിൽ പോലും അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ റീഡ്മി ഫയൽ ഒന്ന് വായിച്ചു നോക്കി ഈ പാക്കേജിലെ. എന്നിട്ട് ഈ പാക്കേജ് യൂസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഈ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് വളരെ മോശമാണെങ്കിൽ ആ ആപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആ യൂസറിന് താല്പര്യം കുറഞ്ഞു പോകും. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആപ്ലിക്കേഷനിൽ. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പാക്കേജും ഈ ഫീച്ചറും വളരെ ഉപകാരപ്പെടും. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായും ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പാക്കേജുകൾ, അതുപോലെ പ്ലഗിനുകൾ, ഫീച്ചേഴ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. കാരണം ഇതിൽ ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലും നിങ്ങളുടെ പ്രൊജക്റ്റിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ തന്നെ അറിയിക്കുക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.